ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിക്കുന്നു. പ്രശ്നമുണ്ട് സാർ, വലിയ പ്രശ്നമുണ്ട് എന്ന് തന്നെ പറഞ്ഞു തുടങ്ങണം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഇന്ന് കൂട്ടുപിടിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യത്തെയും അംഗീകരിക്കാത്ത മതാധിഷ്ഠിത രാഷ്ട്രവാദം തലയിൽ കൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനത്തെയാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും അവർക്കിപ്പോൾ പഴയ മതരാഷ്ട്രവാദമില്ല എന്ന് പറഞ്ഞ ആ പ്രസ്ഥാനത്തെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു വിഡ്ഢിത്തമാണെന്ന് പറയേണ്ടി വരും. വി.ഡി. സതീശൻ എന്ന നേതാവ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകുന്ന ക്ലീൻ ചിറ്റ് നാളെ ഈ നാടിന് കൊടുക്കേണ്ടി വരുന്ന വലിയൊരു വിലയായി മാറും. വി.ഡി. സതീശൻ പറയുന്ന ന്യായീകരണം വളരെ ലളിതമാണ്. ജമാഅത്തെ ഇസ്ലാമി പണ്ടത്തെ പോലെയല്ല, അവരുടെ അമീർ തന്നെ മതരാഷ്ട്രവാദം തള്ളിപ്പറഞ്ഞതാണ്, അതുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല എന്നാണ്. ഇതിനെയാണ് പച്ചയായ അവസരവാദം എന്ന് വിളിക്കുന്നത്. CPM പണ്ട് അവരെ കൂടിയിട്ടില്ലേ എന്ന് മറുചോദ്യം ചോദിച്ചാൽ, സതീശൻ സാറെ, CPM ചെയ്ത തെറ്റ് കോൺഗ്രസ് ആവർത്തിക്കുമ്പോൾ അത് തെറ്റല്ലാതാകുമോ? അത് ശരിയാകുമോ? സതീശൻ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ സൗകര്യപൂർവ്വം മറച്ചു വയ്ക്കുന്ന ഒരു സത്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ അടിസ്ഥാനം തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്. RSSന്റെ പഴയ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അവർ ഉപേക്ഷിച്ചു എന്ന് സാക്ഷാൽ മോഹൻ ഭാഗവത് എത്രയോ തവണ പ്രഖ്യാപിച്ചു. ഹിന്ദു സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് വ്യക്തിയുടെയും രാഷ്ട്രത്തിന്റെയും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്റഗ്രൽ ഹ്യൂമനിസമാണ് RSSന്റെ പുതിയ ഐഡിയോളജി എന്ന് 90കളിൽ അദ്വാനി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഹിന്ദു എന്നാൽ ഹിന്ദു മതമല്ല, ഭാരതത്തിന്റെ പൈതൃകത്തിലും സംസ്കാരത്തിലും അഭിമാനിക്കുന്ന ഏതൊരു ഭാരതീയനും ജാതിമത ഭേദമന്യേ ഹിന്ദുവാണ് എന്ന് മോഹൻ ഭാഗവത് എത്രയോ തവണ പ്രസംഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ കേട്ട് സതീശൻ RSSുമായി സഖ്യമുണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ്? അതേ അളവുകോൽ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കാത്തത്? അപ്പോൾ കാര്യം വോട്ട് ബാങ്കാണ്, അതാണ് നിങ്ങളുടെ പ്രശ്നം. ഒരു മതമേലധ്യക്ഷൻ പറഞ്ഞാൽ ചിതറിപ്പോകാതെ കൃത്യമായി ബാലറ്റ് പെട്ടിയിൽ വീഴുന്ന കൺഫൈൻഡ് ആയിട്ടുള്ള സോൾഡ് ആയിട്ടുള്ള ഒരു വോട്ട് ബാങ്കാണ് നിങ്ങൾക്ക് വേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറഞ്ഞതൊന്നും തന്നെ വെറും ആരോപണങ്ങളല്ല, നമുക്ക് തെളിവുകൾ സഹിതം സംസാരിക്കാം. സതീശൻ സാർ, സമയം കിട്ടുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദിന്റെ, അതായത് ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യ ഘടകത്തിന്റെ ഭരണഘടന ഒന്ന് വായിച്ചു നോക്കണം. അതിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, അവരുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നത് യാ ഇലാഹി ഇല്ലല്ലാ, ഇലാഹ് അഥവാ ദൈവം അല്ലാഹു മാത്രമാകുന്നു, അവനല്ലാതെ ഒരു ഇലാഹില്ല, ദൈവമില്ല എന്നാണ്. ഇതിൽ കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം, എന്നാൽ ഇതിന്റെ രാഷ്ട്രീയ അർത്ഥം പരമാധികാരം ദൈവത്തിന് മാത്രം എന്നാണ്. ഏത് ദൈവത്തിന്? അല്ലാഹുവിന് മാത്രം. എന്നാൽ സതീശൻ സാറെ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പരമാധികാരം ജനങ്ങൾക്കാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സതീശൻ സാറിന് ഞാനത് അങ്ങോട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നില്ല. ദൈവികമായ നിയമങ്ങൾ മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നതാണ് അവരുടെ അടിസ്ഥാന തത്വം. ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും മനുഷ്യനിർമ്മിതമാണ്, അതുകൊണ്ട് അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരെയാണ് നിങ്ങൾ മതേതരവാദികൾ എന്ന് വിളിക്കുന്നത്. രണ്ടാമതായി, അവരുടെ ഭരണഘടനയിലെ 9ാം അനുച്ഛേദത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവികമല്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമികമല്ലാത്ത ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമാകാനോ അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്താനോ പാടില്ല എന്ന്. അങ്ങനെ ഒരു ജോലിയിൽ ഇരിക്കുന്നവർ അത് ഉപേക്ഷിക്കണമെന്ന്. അതായത് ഇന്ത്യയിലെ സർക്കാർ ജോലികൾ, നിയമനിർമ്മാണ സഭകൾ എന്നിവയെല്ലാം തന്നെ ഇസ്ലാമിക് ആണെന്നാണ് അവരുടെ കാഴ്ചപ്പാട്, ഇസ്ലാമികമല്ല എന്നുള്ളത്. നമ്മുടെ പാർലമെന്റിനെയും നിയമസഭയും അംഗീകരിക്കാത്തവരാണോ ജനാധിപത്യ വിശ്വാസികൾ സതീശൻ സാറേ? മൂന്നാമത്തെ കാര്യം അതിലും ഗൗരവമാണ്. അനിവാര്യമായ ഘട്ടങ്ങളിൽ അല്ലാതെ ഇസ്ലാമികമല്ലാത്ത കോടതികളെ സമീപിക്കരുത് എന്ന് അവരുടെ ഭരണഘടന പറയുന്നു. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ, സുപ്രീം കോടതിയെ, ഹൈക്കോടതിയെ ഇവർ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. തങ്ങളുടെ മത നിയമങ്ങൾക്ക്, ശരിയാ നിയമങ്ങൾക്ക് മുകളിലല്ല ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരെയാണ് കോൺഗ്രസ് നെഞ്ചോട് ചേർക്കുന്നത്. ഇതാണോ സതീശൻ പറയുന്ന ജനാധിപത്യം? ഇതാണോ സതീശൻ പറയുന്ന മതേതരത്വം? ഇനി നമുക്ക് ഇന്ത്യ വിട്ട് തൊട്ട അയൽപ്പക്കത്തേക്ക് ഒന്ന് നോക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥ മുഖം കാണണമെങ്കിൽ ബംഗ്ലാദേശിലേക്ക് നോക്കിയാൽ മതി. അവിടെ എന്താണ് നടക്കുന്നത്? ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇലക്ഷന് മുന്നോടിയായി ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, കടുത്ത ഭീതിയിലാണ്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി മുതൽ ഇവിടെ ശരീഅത്ത് നിയമം മാത്രമേ പാടുള്ളൂ എന്നാണ്. എന്താണ് ഈ ശരീഅത്ത് നിയമം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? സ്ത്രീകൾക്ക് അതിൽ എന്ത് സ്ഥാനമുള്ളതാണ്, എന്താണ് അതിലുള്ള സ്ഥാനമെന്നറിയാമോ? ഇതര മതസ്ഥർക്ക് എന്ത് സ്ഥാനമാണ് അതിലുള്ളതെന്നറിയാമോ? ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വാധീനം കൂടിയപ്പോൾ നമ്മൾ കണ്ടത് നടുക്കുന്ന കാഴ്ചകളാണ്.
ഒന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ. ശരീഅത്ത് നിയമത്തിന്റെ പേരിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ഹനിക്കപ്പെടുന്നു. പർദ്ദ ധരിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തതിന്റെ പേരിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, ബലാത്സംഗം ചെയ്യപ്പെടുന്നു. രണ്ട്, ന്യൂനപക്ഷ വേട്ട. അവിടെ ദിവസേന എന്നോണം ഹിന്ദു സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്, വീടുകൾ കത്തിക്കപ്പെടുന്നുണ്ട്, ക്ഷേത്രങ്ങൾ തകർക്കുന്നു. ദീപു ചന്ദ്രദാസ് എന്ന 27-കാരനെ ഓർമ്മയുണ്ടോ സതീശൻ സാറേ? വ്യാജ മതനിന്ദ ആരോപിച്ച് ഒരു ആൾക്കൂട്ടം തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി, എന്നിട്ടും കലിതീരാതെ പെട്രോൾ ഒഴിച്ച് അവർ കത്തിച്ചു കളഞ്ഞ യുവാവ്. ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നീതി നടപ്പാക്കൽ രീതി. ശരീഅത്ത് നിയമം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ മതേതരത്വവും ജനാധിപത്യവും കുഴിച്ചുമൂടി മധ്യകാലഘട്ടത്തിലെ ക്രൂരതകൾ തിരികെ കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ഇതേ ഐഡിയോളജി പങ്കുവയ്ക്കുന്ന, ഇതേ പേരുള്ള, ഇതേ ലക്ഷ്യങ്ങളുള്ള സംഘടനയുടെ കേരള ഘടകത്തെയാണ് VD സതീശൻ അവർക്ക് കുഴപ്പമില്ല, അവർ പഴയതുപോലെയല്ല, അവർ ഇപ്പൊ നല്ല കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ നിലവിളി കോൺഗ്രസ് നേതാക്കൾ കേൾക്കാത്തതാണോ? അതോ വോട്ടിനു വേണ്ടി കേട്ടില്ല എന്ന് നടിക്കുന്നതാണോ? 4 വോട്ടിന് വേണ്ടി ഹിന്ദുക്കളെ കൊലയ്ക്ക് കൊടുക്കുകയാണോ? VD സതീശൻ ഇന്ന് വിതയ്ക്കുന്നത് നാളെ കൊയ്യാൻ പോകുന്നത് കേരളം മുഴുവനുമാണ്. RSSനെ എതിർക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും അതേസമയം ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മതേതരത്തിന് ഭീഷണി. പ്രശ്നമുണ്ട് സതീശൻ സാറേ എന്ന് അസന്നിഗ്ധമായി പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. മതേതരത്വം എന്നത് വോട്ടിന് വേണ്ടിയുള്ള ഒത്തുതീർപ്പല്ല, അതൊരു നിലപാടാണ്. ആ നിലപാടിൽ വെള്ളം ചേർക്കുമ്പോൾ ജയിക്കുന്നത് ജനാധിപത്യമല്ല, മറിച്ച് മതമൗലികവാദമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.